മെത്രാപ്പോലിത്തൻ വികാരിയുടെ പദവി കരിയിൽ പിതാവിന്റെയും പാമ്പ്ളാനി പിതാവിന്റെയും കാലത്ത് ഒരു താരതമ്യത്തെക്കുറിച്ച് ബിജോയ് മത്തായി എഴുതുന്നു. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മേജർ ആർച്ച് ബിഷപ്പായി തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിയാണ് സീറോ മലബാർ സഭയുടെ പിതാവും തലവനും ആയിത്തീരുന്നത്. ഒരേ സമയത്ത് 3 ഉത്തരവാദിത്വങ്ങൾ മേൽപ്പറഞ്ഞ വ്യക്തി നിറവേറ്റാനുണ്ട്. 1. സീറോ മലബാർ സഭയുടെ പൊതുവായ ഭരണ ഉത്തരവാദിത്തങ്ങൾ. 2. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഭരണ ഉത്തരവാദിത്തങ്ങൾ. 3. കോതമംഗലം, ഇടുക്കി എന്ന സാമന്ത രൂപതകൾ കൂടി അടങ്ങുന്ന എറണാകുളം പ്രൊവിൻസിന്റെ ഭരണ ഉത്തരവാദിത്തങ്ങൾ. ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന സീറോ മലബാർ സഭയുടെ പൊതുവായ ഭരണത്തിന്റെ ഉത്തരവാദിത്വവും വിശ്വാസികളുടെ എണ്ണത്തിൽ ഇന്ത്യയിലെ മുൻനിര രൂപതകളിൽ 4 ജില്ലകളിൽ 300-ലധികം ഇടവകകളുമുള്ള എറണാകുളം അതിരൂപതയുടെ ഭരണത്തിന്റെ ഉത്തരവാദിത്വവും ഒരേ സമയത്ത് ഒരു വ്യക്തിക്ക് കാര്യക്ഷമമായി നിർവഹിക്കാൻ വയ്യാതാവും. എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് പുറത്തു നിന്നൊരു വ്യക്തിയെ മേജർ ആർച്ച് ബിഷപ്പായി തിരഞ്ഞെടുക്കുമ്പോൾ ആ വ്യക്തിക്ക് അതിരൂപതാ ഭരണം കുറെ കൂടി ദുഷ്കരമാവാറുണ്ട്. തങ്ങളിൽ നിന്നൊരു മെത്രാനെ അതിരൂപതാ ഭരണത്തിനായി എറണാകുളത്തെ ദൈവജനം സ്വാഭാവികമായും ആഗ്രഹിക്കാറുമുണ്ട്. മേജർ ആർച്ച് ബിഷപ്പിന് സീറോ മലബാർ സഭയുടെ പൊതുഭരണകാര്യങ്ങൾ നിർവഹിക്കുവാൻ കൂടുതൽ സമയം വേണം എന്നതിനാലും ബൃഹത്തായ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഭരണകാര്യങ്ങൾ കാര്യക്ഷമമായി നടത്താൻ പൂർണ്ണ സമയവും ചെലവഴിക്കാൻ പറ്റുന്ന എറണാകുളം രൂപതയിൽ നിന്നുള്ള ഒരു വ്യക്തിയാവും അനുയോജ്യം എന്ന തിരിച്ചറിവിലുമാണ് സീറോ മലബാർ സഭയുടെ മെത്രാൻ സിനഡും റോമും എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വേണ്ടിയുള്ള മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി എന്ന പദവി സൃഷ്ടിച്ചത്. കരിയിൽ പിതാവിന്റെ നിയമനത്തിൽ മേൽപ്പറഞ്ഞ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കപ്പെട്ടു. കരിയിൽ പിതാവിനെ മെത്രാപ്പോലിത്തൻ വികാരിയായി നിയമിച്ചുകൊണ്ടുള്ള നിയമന പത്രികയിലെ പ്രസക്ത ഭാഗം താഴെ കൊടുത്തിരിക്കുന്നു. ഇൻ ദ ഗവേണൻസ് ഓഫ് ദി ആർക്കിയെപ്പാർക്കി യു ഷാൽ ബി അസിസ്റ്റഡ് ബൈ ദി ആർക്കിയെപ്പാർക്കിയൽ ക്യൂരിയ ആൻഡ് ദി കാനോണിക്കൽ ബോഡീസ്, നെയിംലി കോളേജ് ഓഫ് കൺസലേറ്റേഴ്സ്, Presbyteral Council, Finance Council, Pastoral Council, and any other body legitimately constituted by the competent authorities. After taking charge of your office as vicar, as decided by the Synod, you may dissolve, suspend, revive, or reconstitute them as per norms of law in consultation with the Major Archbishop. കരിയിൽ പിതാവിനെ മെത്രാപ്പോലിത്തൻ വികാരിയായി നിയമിച്ചപ്പോൾ സിനഡ് പാസാക്കിയ ഗൈഡ് ലൈൻസിന്റെ 9-ാം നമ്പറിൽ ഇങ്ങനെ പറയുന്നു: The vicar ad omnia of the major archbishop, endowed with ordinary vicarious power, administers the archieparchy of Ernakulam Ankamali in all ordinary affairs in accordance with the norms of law. However, he shall not fail to consult the major archbishop on all important matters of administration. The vicar is competent to make appointments, constitute different council of administration, and shall have the duty of supervision. കരിയിൽ പിതാവിനെ മെത്രാപ്പോലിത്തൻ വികാരിയായി നിയമിച്ചപ്പോൾ പൗരസ്ത്യ കാര്യാലയം നൽകിയ 29/8/2019 125/2011 നമ്പറായ രേഖയുടെ പ്രസക്ത ഭാഗം താഴെ കൊടുത്തിരിക്കുന്നു. The vicar elected for the Archieparchy of Ernakulam Ankamali, Bishop Anthony Kariyal, will have full powers in the fields of administration, finance, and pastoral ministry in the said ecclesiastical circumscription, observing whatever is prescribed by the law, including the obligatory consultations and approvals of various bodies such as College of Consultors, Finance Council, Presbyteral Council, and Pastoral Council. പാമ്പ്ളാനി പിതാവിനെ മെത്രാപ്പോലിത്തൻ വികാരിയായി നിയമിച്ചുകൊണ്ടുള്ള നിയമന പത്രികയിലെ പ്രസക്ത ഭാഗം താഴെ കൊടുത്തിരിക്കുന്നു. As the vicar of the major archbishop for the Archieparchy of Ernakulam Ankamali, endowed with ordinary vicarious power, you shall exercise your duties in accordance with the norms of law, including the common law CCEO, particular laws of Siro Malabar Church, and the guidelines for the vicar of the major archbishop for the Archieparchy of Ernakulam Ankamali, as approved during the first session of the 33rd Synod held from 6 to 11th January 2025. പാമ്പ്ളാനി പിതാവിന്റെ നിയമന പത്രികയിൽ കരിയിൽ പിതാവിന്റെ നിയമന പത്രികയിലുള്ള മേൽപ്പറഞ്ഞ വാക്യങ്ങൾ ഒഴിവാക്കി സിനഡ് അംഗീകരിച്ച ഗൈഡ് ലൈൻസ് പ്രകാരമാണ് മെത്രാപ്പോലിത്തൻ വികാരി ഭരണം നടത്തേണ്ടത് എന്നാക്കി. പാമ്പ്ളാനി പിതാവിനെ മെത്രാപ്പോലിത്തൻ വികാരിയായി നിയമിച്ചപ്പോൾ സിനഡ് പാസാക്കിയ ഗൈഡ് ലൈൻസിന്റെ 15ഉം 16ഉം നമ്പറുകൾ ഇങ്ങനെ പറയുന്നു: 15. With the acceptance of the canonical provision from the major archbishop, the vicar receives the ordinary vicarious powers in matters of ordinary administration of the Archieparchy of Ernakulam Ankamali in accordance with the norms of law. However, he shall get the consent of the major archbishop in all important matters and brief the major archbishop at regular intervals determined by the major archbishop about his administration. 16. The vicar, with the consent of the major archbishop, is competent to make appointments and transfers of priests and others of the Archieparchy and to constitute different canonical and other councils or bodies
such as the Pastoral Council, the Presbyterial Council, the Finance Council, and the College of Consultors, and shall have the duty of supervising them. കരിയിൽ പിതാവിന്റെ കാലത്ത് എല്ലാ കാര്യങ്ങൾക്കും മേജർ ആർച്ച് ബിഷപ്പുമായി ആലോചന മതിയായിരുന്നെങ്കിൽ, അതായത് കൺസൾട്ടേഷൻ മതിയായിരുന്നെങ്കിൽ, പാമ്പ്ലാനി പിതാവിന്റെ കാലത്ത് എല്ലാ കാര്യങ്ങൾക്കും മേജർ ആർച്ച് ബിഷപ്പിന്റെ അനുമതി അഥവാ കൺസെന്റ് വേണമെന്നാക്കി. ചുരുക്കം പറഞ്ഞാൽ കരിയിൽ പിതാവിന്റെ കാലത്ത് ഏറെക്കുറെ ഒരു രൂപത മെത്രാന്റെ എല്ലാ അധികാര അവകാശങ്ങളും ഉണ്ടായിരുന്ന മെത്രാപ്പോലിത്തൻ വികാരിയുടെ പദവിയെ ചിറകരിഞ്ഞ ഒരു ഗ്ലോറിഫൈഡ് വികാരി ജനറലാക്കി മാറ്റി പാമ്പ്ലാനി പിതാവിന്റെ കാലത്ത്. ഇപ്പോഴത്തെ മെത്രാപ്പോലിത്തൻ വികാരിയുടെ നിയമനം താഴെ പറയുന്ന കാരണങ്ങളാൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ താല്പര്യങ്ങൾക്ക് ഒട്ടും അനുയോജ്യമല്ല. 1. തൃശൂർ അതിരൂപതാംഗമായ മേജർ ആർച്ച് ബിഷപ്പിന് സീറോ മലബാർ സഭയുടെ പൊതുവായ ഭരണകാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുള്ളത് കൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും മേജർ ആർച്ച് ബിഷപ്പിന്റെ അനുമതി തേടുന്നത് തീരുമാനങ്ങളെ വല്ലാതെ വൈകിപ്പിക്കും. 2. തലശ്ശേരി അതിരൂപതാംഗവും തലശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പോലിത്തായുമായ ഇപ്പോഴത്തെ മെത്രാപ്പോലിത്തൻ വികാരി എറണാകുളം അതിരൂപതാംഗം അല്ലാത്തതുകൊണ്ടും മുഴുവൻ സമയവും എറണാകുളത്ത് ചെലവഴിക്കാൻ പറ്റാത്തതുകൊണ്ടും എറണാകുളത്തെ ദൈവജനത്തിന് അപ്രാപ്യനാവും. 3. മെത്രാപ്പോലിത്തൻ വികാരിയുടെ അധികാരങ്ങൾ വലിയ തോതിൽ വെട്ടിക്കുറച്ചത് നിമിത്തം ആ പദവിയുടെ പ്രയോജനം ഇല്ലാതെയായി. 4. മേൽപ്പറഞ്ഞ സാഹചര്യങ്ങൾ അതിരൂപത കൂരിയായുടെ അമിതാധികാര പ്രയോഗത്തിനും അധികാര ദുർവിനിയോഗത്തിനും ഇടയാക്കും എന്ന അപകടവുമുണ്ട്.